Today we have the session, the role of AI in enhancing technology, and we have thus Dr. K.P. Shashikumar. Namaskaram. Thank you, my friend Hitesh. I was with Sripati Palakkad, similar like online a few years back. So I'm not new to the college, but I wish always a continued interaction with the children so that whatever I speak, whatever I do, get some extra benefit. Today, the topic given is a beautiful topic, role of artificial intelligence in the today's world, the enhanced technology. AI is giving a biggest shift in the lifetime. That is what Sundar Pichai told the other day in the Artificial Intelligence Action Summit, which is happening in Paris. I was listening to the news in the morning and yesterday. The machine learning brings a fundamental rewiring of technology. Listen to the word. I wish all of you are writing when I am speaking. Machine learning brings a fundamental rewiring of technology. That is what Sundar Pichai told. So I'm sure we should take cue from what Sundar Pichai says, because he is the man on the top of Google, and Google is the top of all the technology we have today. So what is great about artificial intelligence? It's an interactive session, so I want somebody to raise hand and then tell me what is great about artificial intelligence. Making the human life easier. The workload will be less. That is true with most of the technology, every mechanics which happens. Even when the wheel was invented, that was making life easier, right? Now there are very specific, not a general statement, why AI is so great. Any technology makes the life easier, but what is so great about AI? So you can just start up and answer. So it's a common man's question. I am not asking to the students or faculties or technology person. A common sense answer I want. ഓ മലയാളത്തിലാണോ ഈ ടോക്ക് വേണ്ടത് നിങ്ങൾക്ക്? പറയൂ, മലയാളത്തിൽ പറയൂ. എന്താണ് എഐയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് എഐ ഇത്രയും ബൂസ്റ്റപ്പ് ആയിട്ട് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? കേട്ടില്ല. No, every computer program is making things to work. Nothing wrong about it. But why AI? എന്തുകൊണ്ടാണ് AI ആണ് നാളത്തെ ലോകത്തെ നയിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കാരണം? എന്താണ് AI റീപ്ലേസ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് അതിനകത്ത് തന്നെ ഉണ്ടത്. ആൻസർ ഈസ് ദർ ഇൻ ദാറ്റ്. ദ വേർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ വെറുതെ കേട്ടിട്ട് കാര്യമില്ല. സി, സ്റ്റുഡൻസും ടീച്ചേഴ്സും ബാക്കിയുള്ള സാധാരണ പബ്ലിക്കിൽ നിന്നും സാധാരണ മനുഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തരാവേണ്ടത് ഓരോ വാക്കുകളും അനലൈസ് ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? അപ്പൊ എഐയുടെ പ്രത്യേകത എന്താണ്? അത് ഇന്റലിജന്റ് ആണ്, അതാണ് അതിന്റെ പ്രത്യേകത. എന്താ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ? നമുക്കൊക്കെ ഇന്റലിജൻസ് ഉണ്ട്.
പക്ഷെ ഒരു കാര്യം ഒരു സമയത്ത് ഓർക്കും, കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും. അല്ലെങ്കിൽ ചിലപ്പോൾ ആവശ്യത്തിന് ഓർമ്മ വരില്ല. കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ വരും, അയ്യോ എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇപ്പൊ ഓർമ്മ വന്നില്ലല്ലോ, ആവശ്യത്തിന് വന്നില്ലല്ലോ. അത് എക്സാമിനേഷനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച ഉത്തരം അറിയാം, നിങ്ങൾക്കും അറിയാം. ഇപ്പൊ ഈ എന്താണ് എയുടെ പ്രത്യേകത എന്നുള്ള ഉത്തരം നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എത്രയോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാ മുമ്പിലിരിക്കണേ, എല്ലാവർക്കും ബുദ്ധിയുണ്ട്, പക്ഷെ എന്തേ ഉത്തരം പറയാൻ പറ്റാത്തത്? സമയത്തിന് ആവശ്യത്തിന് കൃത്യമായ വാക്കുകളിൽ അത് പറയാൻ പറ്റുന്നില്ല. എയുടെ പ്രത്യേകത എന്താണ്? ഇൻസ്റ്റന്റേനിയസ്ലി അതിന്റെ ആൻസർ കയ്യിലുണ്ടാവും. അതിന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി എല്ലാ ഇൻഫർമേഷൻസും എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ട് ഇറ്റ് ക്യാൻ ഇൻസ്റ്റന്റ്ലി ഗിവ് യു ആൻസർ. അപ്പോൾ എ ഐ ആൻസർ മാത്രമേ തരുള്ളൂ. അത് പ്രാവർത്തികമാക്കാൻ റോബോട്ടിക്സ് ആണ് കർമ്മം ചെയ്യാനുള്ളത്. ഇപ്പം ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ പറയുമ്പോൾ കർമ്മയോഗവും ജ്ഞാനയോഗവും പറയും. ആ ജ്ഞാനയോഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കർമ്മയോഗമാണ് റോബോട്ടിക്സ്. അപ്പോൾ എ ഐ എംപവേർഡ് വിത്ത് ഓർ എ ഐ എംപവേർഡ് റോബോട്ടിക്സ്. എ ഐ എന്ന് പറയുന്നത് ശരിക്ക് അറിവാണ്, നോളജാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ, ഇൻഫർമേഷൻ നോളജാക്കി മാറ്റി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലമാണ് എ ഐ. പക്ഷെ അതുകൊണ്ട് ടെക്നോളജി ഉണ്ടാവില്ല. അപ്പൊ ടെക്നോളജിയിൽ എന്താ മാറ്റം ഉണ്ടാവുക? റോബോട്ടിക്സിന് പ്രാധാന്യം വരും. അപ്പൊ എന്താണ് നാളെ ലോകത്ത് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് മാറ്റം വരുന്നത്? എ ഐ പവേർഡ് റോബോട്ടിക്സ് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. എ ഐ പവേർഡ് റോബോട്ടിക്സ്. മനുഷ്യന്മാർ മറന്നുപോകും, പക്ഷെ മിഷൻ ഒരിക്കലും ആർട്ടിഫിഷ്യലി പ്രോഗ്രാംഡ് ആയതുകൊണ്ട്, ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആയതുകൊണ്ട് എറേഴ്സ് ഉണ്ടാവില്ല. മനുഷ്യൻ ഫീഡ് ചെയ്യുന്നത് ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള നോളജാണ്. അപ്പൊ അത് ഒരാളുടെ നോളജ് അല്ല, കുറേ ആൾക്കാരുടെ കുറേ ഡാറ്റ, ഇന്റർനെറ്റിലുള്ള എല്ലാ നോളജും അതിൽ നിന്ന് റിഫൈൻഡ് ആയിട്ടുള്ള, പ്യൂരിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നോളജാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് തരിക. ഇപ്പൊ ഉദാഹരണത്തിന് റോബോട്ടിക് സർജറി ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ സർജറിയിൽ എറർ ഉണ്ടാവും, റോബോട്ട്സ് ചെയ്യുമ്പോഴും എറർ ഉണ്ടാവും. എ ഐ റോബോട്ടിക് സർജറീസ്. അപ്പൊ ഒരു റോബോട്ടിനെ അല്ല നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്, ഓൺലൈൻ ഇൻസ്റ്റന്റേനിയസ്ലി ലൈവായിട്ട് കിട്ടുന്ന പല നോളജും. അതെപ്പോഴാണ് ഉണ്ടാവുക? സാധാരണ റോബോട്ടിക്സിൽ പ്രോഗ്രാം ചെയ്ത് സർജറി ചെയ്യാം. അപ്പൊ ഇവിടെ കുറെ എക്സ്പേർട്സ് ആയിട്ടുള്ള, ഒരു എക്സ്പേർട്ട് അല്ല, കുറെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇൻ കമ്പനി ഓഫ് ലോട്ട് ഓഫ് ഡോക്ടേഴ്സ്, ആ എല്ലാ ഡോക്ടേഴ്സും നിന്നിട്ട് ഒരു സ്പെസിഫിക് രോഗിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവിടെ കൃത്യമായി ഇടപെട്ട് അവരുടെ ഇൻപുട്സ് കൊടുത്ത് ആ ഇൻപുട്സ് ഒക്കെ എടുത്തിട്ട് റിഫൈൻ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഓൺ ദ സ്പോട്ട് റോബോട്ടിനെ ഗൈഡ് ചെയ്യും. അപ്പൊ ആ നോളജ് എന്ന് പറയുന്നത് പഴയ നോളജ് അല്ല, ആ ഇൻസ്റ്റന്റില് ഒരു രോഗിയുടെ ഒബ്സർവേഷൻ നടത്തി ഓരോ ഡോക്ടറും ഏറ്റവും ബെസ്റ്റ് എക്സ്പെർട്ട് ഡോക്ടർ എന്താണോ ചെയ്യാൻ സാധിക്കുക അതിനേക്കാളും മുകളിൽ ഒരു റോബോട്ടിക് സർജറി. ഇപ്പൊ പലപ്പോഴും നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, ഹാർട്ട് റീപ്ലേസ്മെന്റ്, അതിലൊക്കെ ഇപ്പൊ എ ഐ പവേർഡ് റോബോട്ടിക് സർജറീസ്.
അപ്പൊ അത് മനുഷ്യനെ റീപ്ലേസ് ചെയ്യാനല്ല, മനുഷ്യന്റെ ജോലിയെ, എക്സ്പെർട്ടിനെ സപ്ലിമെന്റ് ചെയ്ത്, ഓഗ്മെന്റ് ചെയ്ത്, കൂട്ടി കുറച്ചും കൂടി ഹയറാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറും. അപ്പൊ ഇന്ന് ഞാൻ ശ്രീപതി കോളേജിലെ ടെക്നോളജി വിസാർഡ്സ് ആയിട്ടുള്ള കുട്ടികളോട് സംസാരിക്കുന്നത് വളരെ നല്ലൊരു ദിവസമാണ്. കാരണം ഇന്ന് ഫെബ്രുവരി 12 ഇന്നലെ ഫെബ്രുവരി 11. നിങ്ങൾ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പാരീസിലാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി ഉള്ളത്. അവിടെ ഒരു വലിയ ചോദ്യമാണ്, അല്ലെങ്കിൽ വലിയൊരു മെസ്സേജാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത്. അവിടെ ചോദിച്ചൊരു ചോദ്യം, വിൽ AI ടേക്ക് ജോബ് ഓഫ് എവരിവൺ ഇൻ ദ വേൾഡ്? നാളെ മനുഷ്യന്മാർക്ക്, പണ്ട് കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് എല്ലാവരും ഭയപ്പെട്ടിരുന്നു, കമ്പ്യൂട്ടർ വന്ന ആൾക്കാരുടെ ജോലി പോകുന്നു. അതുപോലെ ഇന്ന് ആൾക്കാർ ഭയപ്പെട്ടിരിക്കുന്നത് AI വന്നാൽ മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യുമെന്നാണ്. അപ്പൊ നല്ലൊരു ഉത്തരമാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടി കുറെ റിസോഴ്സസ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടിംഗ് പവർ കൂട്ടി, ഡാറ്റ അനാലിസിസും ഡാറ്റ ഹാൻഡ്ലിങ്ങും ബിഗ് ഡാറ്റ, ഈ എബിലിറ്റി ഒക്കെ കൂടി ഇന്നുള്ള ടെക്നോളജിസ്റ്റിനെ പുതിയ ഡയറക്ഷനിലേക്ക്, പുതിയ റോളിലേക്ക്, പുതിയ ചേഞ്ചിലേക്ക്, പുതിയ തരത്തിലുള്ള ആക്ടിവിറ്റികളിലേക്ക് അവരെ തിരിച്ചുവിടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും മിഷൻ ലേണിങ്ങും ബിഗ് ഡാറ്റ അനാലിസിസ് ഇതൊക്കെ കൂടെ പഠിച്ചിട്ട് നല്ല ഏബിൾ ആയിട്ടുള്ള ഒരു ജനറേഷനെ സൃഷ്ടിച്ചാൽ ലോകത്തിൽ കുറെ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളിലേക്ക് പങ്കുചേരാൻ ഓരോരുത്തർക്കും സാധിക്കും. പക്ഷെ ഇതിൽ എവിടെയെങ്കിലും ഫ്ലോപ്പ് വന്നാൽ അവർക്കൊക്കെ പുതിയ ലോകത്തില് വലിയ റോളൊന്നും ഉണ്ടാവില്ല. അപ്പോ ഡാറ്റ ഇമ്പോർട്ടന്റ് ആണ്, ഡാറ്റ എംപവർമെന്റ് ആണ് നടക്കാൻ പോകുന്നത്. പുതിയ ആർക്കിടെക്ചർ വരും കമ്പ്യൂട്ടേഴ്സിലും റോബോട്ടിക്സിലും ഒക്കെ. പുതിയ ഡിജിറ്റൽ കൊമേഴ്സ് വരും. അത് കുറച്ചും കൂടി മനുഷ്യന്മാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഡെമോക്രാറ്റിക് സിസ്റ്റമായിട്ട് മാറും. അപ്പൊ ഇതൊക്കെയാണ് ഭാരതം പോലെയുള്ള, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം AI നോക്കിക്കാണുന്നത് എന്നാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. ഇന്നലെയാണ് പറഞ്ഞത് പാരീസിൽ. അത് വലിയൊരു മേളയാണ്, പാരീസിൽ നടക്കുന്ന വലിയൊരു പ്രോഗ്രാം. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ഹൈദരാബാദിലാണ്. പണ്ട് ആന്ധ്രാപ്രദേശ് ആയിരുന്ന സമയത്ത് ചന്ദ്രബാബു നായിഡു ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പുഷ് കമ്പ്യൂട്ടേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ആദ്യത്തെ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് തുടങ്ങിയത്. പക്ഷെ അതിന്റെ ഡെവലപ്മെന്റ് നോക്കിയാൽ ഹൈദരാബാദിന്റെ 100-1 പോലുമില്ല. ആദ്യത്തെ ടെക്നോളജി പാർക്ക് തുടങ്ങിയത് തിരുവനന്തപുരത്താണ്. പേരിന് കേരളം ആദ്യമാണെന്നൊക്കെ പറയാം, പക്ഷെ ഡെവലപ്മെന്റില് ഓൾമോസ്റ്റ് 0 ആണ്. ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, തെലങ്കാനയും ഒന്നായിരുന്ന സമയത്ത് അന്ന് ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിൽ തുടങ്ങിയതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെ ബാംഗ്ലൂർ. ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് ബാംഗ്ലൂരാണ് കുറച്ചും കൂടി ഇഷ്ടം തോന്നുക. പക്ഷെ ഡെവലപ്മെന്റിൽ നോക്കിയാൽ ബാംഗ്ലൂരിനേക്കാളും 5 times ഹയർ ആണ് തെലങ്കാന, ഹൈദരാബാദ്. അവിടെ പുതിയ ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞ വർഷം 2024 പവറിൽ വന്നപ്പോ തന്നെ പറഞ്ഞത് AI ഹബ്ബായി മാറ്റും തെലങ്കാന എന്നാണ്. അപ്പോ there is a തെലങ്കാന AI മിഷൻ, TAIM. നിങ്ങളൊക്കെ എഴുതണം, എഴുതിയിട്ട് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കണം. അത് ഒരു പാർട്ട്ണർഷിപ്പോട് കൂടി നാസ്കോം, TAIM ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ സ്റ്റേറ്റ് മിഷനായിട്ട്, ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രോസസ്, കമ്മ്യൂണിറ്റി കൊളാബറേഷൻ, ഡെവലപ്മെന്റ്, അത് AI ബൂസ്റ്റ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
IT.telangana.gov.in എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്ലൈഡ് AI റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് IIIT ഹൈദരാബാദിൽ. പബ്ലിക് ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും AI റിസർച്ചും കമ്പൈൻഡ് ആയിട്ട് ഹെൽത്ത് കെയറില് വലിയൊരു ടീമുണ്ട്. എഡ്യൂക്കേഷനിൽ AI, ഇന്റഗ്രേഷൻ ഓഫ് AI ഇൻടു സ്കൂൾ കരിക്കുലം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വലിയൊരു പുഷാണ്. ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ്, കരിക്കുലം എൻഹാൻസ്മെന്റ്, ഡെവലപ്മെന്റ്, ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, കുറേ മെമ്മോറാണ്ടം, 26 മെമ്മോറാണ്ടമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊളാബറേറ്റിംഗ് വിത്ത് ലോട്ട് ഓഫ് ഇന്റർനാഷണൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, സെന്റർ ഓഫ് എക്സലൻസ്, സ്കില്ലിംഗ് ഇമ്പാക്ട് അസസ്മെന്റ്, സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻസ്, അതൊക്കെ AI ബേസ്ഡ് ആണ്. ഡാറ്റ അനോട്ടേഷൻ, AI സ്ട്രാറ്റജിക് ഡോക്യുമെന്റ് തന്നെ AI പവേർഡ് തെലുങ്കാന 2024 മുതൽ 27 വരെ 3 വർഷത്തെ പ്ലാനാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, സിവിൽ സർവീസ്, മില്യൺസ് ഓഫ് ജോബ്സ്. പ്രൊഡക്ടിവിറ്റി ഒരു 20% 3 വർഷം കൊണ്ട് കൂട്ടാനാണ് തെലങ്കാന ഗവൺമെന്റിന്റെ AI അഡ്വൈസറി കൗൺസിൽ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. പുതിയ പോളിസി, പുതിയ സ്ട്രാറ്റജി, പുതിയ അലൈൻമെന്റ്. ആലോചിച്ച് നോക്കുക, എത്രയോ പവർഫുൾ ആയിട്ടുള്ള കഴിവുള്ള കേരളത്തിലെ യൂത്തിന് അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ആന്ധ്രയില്, തെലങ്കാനയില് സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് 250,000 സ്റ്റുഡൻസ്, പ്രൊഫഷണൽസ്, അഡ്വാൻസ്ഡ് AI ട്രെയിനിങ് കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി. അതെവിടെ? നെക്സ്റ്റ് വേവ് എഴുതണം നിങ്ങൾ, അപ്പോഴേ ഇതൊക്കെ ഓർമ്മയുണ്ടാവും. നെക്സ്റ്റ് വേവ്, AWS, മൈക്രോസോഫ്റ്റ്, ഇവരൊക്കെ വർക്ക് ഫോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി, AI ഡ്രിവൺ എക്കോണമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ തെലങ്കാന AIയുടെ എല്ലാ പവറും ലീവറേജ് ചെയ്ത് യൂസ്ഫുൾ ആക്കി പബ്ലിക് സർവീസിനെ, എക്കണോമിക് ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിലെ AI ലീഡർഷിപ്പ് ആക്കി മാറ്റാൻ തീരുമാനിച്ചു. പക്ഷെ തെലങ്കാന ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ആന്ധ്രാപ്രദേശിൽ ചീഫ് മിനിസ്റ്ററായിട്ട് ചന്ദ്രബാബു നായിഡു വരുന്നത്. തൊട്ടടുത്ത സ്റ്റേറ്റ്, പണ്ട് ഒന്നായിരുന്ന സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്തപ്പോൾ 2 അപ്പൊ ചന്ദ്രബാബു നായിഡുവിന് AIയിലുള്ള പുതിയ ഇനീഷ്യേറ്റീവിന് ഉള്ള എല്ലാ ചാൻസും പോയി. കാരണം ഓൾറെഡി തൊട്ടടുത്ത സ്റ്റേറ്റ് അത് പുഷ് ആയതുകൊണ്ട്. ചന്ദ്രബാബു നായിഡു വെറുതെ ഇരിക്കുന്ന ആളല്ല, ഉടനെ കളം മാറ്റി ചവിട്ടി. എന്താണ് ചന്ദ്രബാബു നായിഡുവിന്റെ പ്ലാൻ? AIക്ക് വേണ്ട എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഡാറ്റാ സെന്റർ ഓഫ് ഇന്ത്യ ആക്കി മാറ്റാൻ പോവുകയാണ്. നോളജ് ഹബ്, ലീവറേജിങ് എമർജിംഗ് ടെക്നോളജീസ്, AIന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ഡാറ്റയും ആന്ധ്രാപ്രദേശിൽ അമരാവതി എന്ന ക്യാപിറ്റൽ സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഗ്ലോബലി, ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ ഡാറ്റാ സെന്റർ ആക്കിയിട്ട് മാറ്റാൻ പോവാണ് ആന്ധ്രാപ്രദേശ്. അപ്പൊ ബിഗ് ഡാറ്റ, ഡാറ്റാ സയൻസ്, AI ഉപയോഗിക്കണമെങ്കിൽ കുറെ അറിവ് വേണം. ആ അറിവ് കംപ്ലീറ്റ് സൂക്ഷിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോ AI അഡ്വാൻസ്ഡ് ടെക്നോളജിയെ എൻഹാൻസ് ചെയ്യാൻ, എഫിഷ്യന്റ് ആക്കാൻ, ട്രാൻസ്പെറന്റ് ആക്കാൻ, എക്കണോമിക് ഗ്രോത്തിലേക്ക് പവർഫുൾ ആക്കാൻ, റിയൽ ടൈം ആയിട്ട്, പണ്ടത്തെ ഒരു കഴിഞ്ഞ ഗവൺമെന്റിന് മുമ്പത്തെ ഗവൺമെന്റില് 2017-18 ചന്ദ്രബാബു നായിഡു പവറിൽ വന്നപ്പോ തന്നെ റിയൽ ടൈം ഗവർണൻസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് 2017 തന്നെ RTGS തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കോർ ഡാഷ്ബോർഡ് 2014 ലോഞ്ച് ചെയ്തതാണ്. ഫിൻടെക് വാലി വൈസാഗ് 2016 സ്റ്റാർട്ട് ചെയ്തതാണ്. ഗൂഗിളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അടുത്ത കാലത്ത് ഡിസംബർ 2024, 2 മാസം മുമ്പ്
ചന്ദ്രബാബു നായിഡു അമേരിക്കയിൽ പോയി ഗൂഗിളുമായിട്ട് സൈൻ ചെയ്തു. പാർട്ട്ണർഷിപ്പ് ഫോക്കസ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് വിശാഖപട്ടണം. വൈശാഖിൽ വിശാഖപട്ടണത്ത് സെന്റർ ഫോർ AI ഇന്നവേഷൻ, അവിടെ ഡാറ്റ സെന്റർ ടു പ്രൊമോട്ട് ദ അഡ്വാൻസ്മെന്റ് ഇൻ ദ മിഷൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ടെക്നോളജി. ഇപ്പൊ ഗൂഗിൾ ആണ് ആന്ധ്രാപ്രദേശിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിരിക്കുന്ന കമ്പനി. അവരുടെ പ്ലാൻ തന്നെ വിഷൻ 2047 എന്ന് പറഞ്ഞാൽ അടുത്ത 22 വർഷം കൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ഡാറ്റ ഡ്രിവൺ ആപ്ലിക്കേഷൻസിൽ അപ്രോച്ചസിൽ ഒരു 15% ഗ്രോത്ത് ദ ഹോൾ സ്റ്റേറ്റ് ബിഗ് ഡാറ്റ ആൻഡ് ഡാറ്റാ സയൻസിൽ മാത്രം ഉണ്ടാക്കാനാണ് പ്ലാൻ. ഐ എം ഷുവർ അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ ഒരു ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മറ്റു ഭാഗത്ത് ഡാറ്റ, ഇത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാനുള്ള റോബോട്ടിക്സ്. ഇത് മൂന്നുണ്ടെങ്കിൽ അടുത്ത ലോക രാജ്യങ്ങളിൽ ഏറ്റവും പവർഫുൾ ആവാൻ പോവാണ് ഇന്ത്യ. അഹമ്മദാബാദില് മോദിയുടെ പണ്ട് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലം മുതൽ മാറ്റം തുടങ്ങിയത് അവിടെയാണ്. ഗുജറാത്ത് സ്റ്റേറ്റില് ഒരു കൊളാബറേറ്റീവ് ഗ്ലോബൽ എഫേർട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീസ്കില്ലിംഗ് ഇനീഷ്യേറ്റീവ് വളരെ ഹൈ പവർഫുൾ ആയിട്ട് തുടങ്ങുന്നുണ്ട്. ഈ സമ്മിറ്റ് ഇപ്പൊ നടക്കുന്ന പാരീസിലെ മീറ്റിംഗില് വലിയ ലോക നേതാക്കള്, ഇപ്പോഴത്തെ US വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വാൻസെ, VANCE എന്നാണ്, വാൻസെ എന്നാണ് വായിക്കാന്ന് എന്റെ നരേന്ദ്രമോദിയെ കണ്ടു. അവർ തമ്മിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. സോ ദർ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഹാൻഡ് ഷേക്ക്. അതിൽ സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് AI എന്ന് ആ ഫ്രേസ് തന്നെ അങ്ങനെയാണ്, സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് AI. അതിൽ പല രാജ്യങ്ങൾക്കും വെറുപ്പും വിദ്വേഷവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ചൈന, യൂറോപ്യൻ രാജ്യങ്ങള്, അവരൊക്കെ ആയിട്ടുള്ള നെഗോസിയേഷൻസും ഡിസ്കഷൻസും നടക്കുകയാണ്. ആ ഡിസ്കഷൻസ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, ചൈനീസ് ഇൻട്രസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. അമേരിക്കയാണോ ഫസ്റ്റ് വരുന്നത്? കാരണം വാൻസയുടെ സ്പീച്ചിൽ കേട്ടാല്, ഇന്നലെ ഞാൻ കേൾക്കുമായിരുന്നു, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അപ്രോച്ച് ചൈനീസ് അപ്രോച്ച് അല്ല, യൂറോപ്യൻ അപ്രോച്ച് അല്ല, ഒരു ഒറിജിനൽ ഒരു സെൽഫ് കോൺഷ്യസ്നെസ് കൂട്ടാൻ, ഒരു റിസ്ക് അവയർനെസ് കൂട്ടാൻ, അതിനോടുള്ള എതിർപ്പില്ലാതെയാക്കാൻ പറ്റുന്ന റെഗുലേഷൻസും അത്യാവശ്യം വേണ്ട മാറ്റങ്ങളും ഒക്കെ വരുത്തി ഒരു ഇന്റർനാഷണൽ റെഗുലേറ്ററി ബോർഡ് ഉണ്ടാക്കിയിട്ട് AI ടെക്നോളജിയുടെ എൻഹാൻസ്മെന്റ്, ഏതൊക്കെ തരത്തിൽ ഫ്രണ്ടിയർ ആപ്ലിക്കേഷൻസ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്റർനാഷണലി ഞാൻ താമസിക്കുന്ന തെലങ്കാന, ആന്ധ്രാപ്രദേശിന്റെ കാര്യം പറഞ്ഞു, ഇന്ത്യയുടെ കാര്യം പറഞ്ഞു, ഇന്റർനാഷണൽ ആയിട്ടുള്ള നടക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു ഫോക്കസ്, ഒരു വലിയ ഫോക്കസ്, വാൻസയുടെ ആ ഫോക്കസ് മാറ്റേഴ്സ് ആസ് കോൾസ് ഫോർ ദ ഫോക്കസ് ഓൺ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് നോട്ട് ദ റിസ്ക്സ് എന്നാണ്. ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം, അതുകൊണ്ട് കുറെ റിസ്ക് ഉണ്ടാവും, അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കാമെന്നാ പറഞ്ഞിരിക്കണം. കാരണം ബ്യൂട്ടിഫുൾ സിവിലൈസേഷൻ, ലോകം എന്ന ഒരു വലിയൊരു സിവിലൈസേഷനില് ഹൗ ഡു വി ബിൽഡ് ഇറ്റ് ടുഗദർ, എങ്ങനെ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ലോകത്തെ എങ്ങനെ അതിന്റെ GDP, മാർക്കറ്റ്, ബിസിനസ്, ഇതൊക്കെ എങ്ങനെ കൂട്ടാൻ സാധിക്കും, എങ്ങനെയാണ് നാളെ ഇതിനെ മാറ്റാൻ സാധിക്കും. എവറിഡേ ലൈഫ്, വെർച്വൽ അസിസ്റ്റൻസ്, നമ്മളിപ്പം മിക്ക വീടുകളിലും വളരെ സർവ്വസാധാരണമായിട്ട് സിറി, അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ്, AI പവർഡ് ചാറ്റ് ബോക്സ്, ഇപ്പം വാട്സപ്പിൽ തന്നെ ചാറ്റ് AI പവേർഡ് ആണ്. കസ്റ്റമർ സർവീസുകളൊക്കെ ഒരു മനുഷ്യനെ ഇരുത്തണ്ട, കമ്പ്യൂട്ടർ വിൽ സ്റ്റാർട്ട് ഗവേണിംഗ് ആൻഡ് ഗൈഡിങ് ഹൗ
maintenance can be done, how developments can be done. Autonomous vehicle, smart traffic management, driverless car, manless delivery items കൊടുക്കുന്നതിനുള്ള ആമസോണൊക്കെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. കണ്ടന്റ് മോഡറേഷൻ, ഫേക്ക് ഡിറ്റക്ഷൻ. ഇന്നത്തെ ലോകത്ത് കുറെ ഫേക്ക് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന മെത്തഡോളജീസ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില് ഡയഗ്നോസിസ് മുതല് സർജറി മുതല് ഡ്രഗ് ഡിസ്കവറി മുതല് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എഐയുടെ വരവോടുകൂടി. ഫിനാൻസില് ഫ്രോഡ് ഡിറ്റക്ഷൻ. കുറെ ഫിനാൻസ് ഫ്രോഡ് നടക്കുന്ന സ്ഥലമാണ് കേരളം പോലെയുള്ള സ്ഥലം. അതുകൊണ്ടാണ് നമ്മുടെ ഫോൺ വരുമ്പോഴൊക്കെ അതിനെക്കുറിച്ചുള്ള കോഷനും വാണിംഗ് ഒക്കെ നമുക്ക് തരുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ എഐക്ക് സാധിക്കുന്നു. ഓട്ടോമേറ്റഡ് ട്രേഡിംഗ്. ഞാൻ 1.5 വർഷം മുമ്പ് ചാറ്റ് GPT ക്യാൻ ബി യൂസ്ഡ് ഫോർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് ഒരു സപ്ലൈ കമ്പനിക്ക് വേണ്ടിയിട്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമേറ്റഡ് ട്രേഡിംഗ്, റിസ്ക് അസസ്മെന്റ്, മാനുഫാക്ചറിംഗില് പ്രഡിക്റ്റ്, മെയിൻ്റനൻസില് റോബോട്ടിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും മെയിൻ്റനൻസില്, മാനുഫാക്ചറിംഗില്, സപ്ലൈ, ഇത് മൂന്നും ആയാൽ മാർക്കറ്റായി. പിന്നെ ഫിനാൻസ് ആയി. അപ്പൊ എല്ലാ എമ്മും ആയി. അഡ്വർടൈസ്മെന്റിൽ നല്ലപോലെ ഉപയോഗിക്കുന്നു. റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ്, പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മളോട് സജസ്റ്റ് ചെയ്യും നമ്മുടെ വിഷയം. നമ്മുടെ ആഗ്രഹങ്ങൾ പറയണ്ട. നിങ്ങൾ വെറുതെ വീട്ടിൽ ഡിസ്കസ് ചെയ്താൽ മതി. ഇന്ന കളറുള്ള കോട്ടാണ് എനിക്ക്, അല്ലെ ഇന്ന കളറുള്ള ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടം. നാളെ രാവിലെ നിങ്ങളുടെ മൊബൈൽ തുറക്കുമ്പോൾ ആ കളറുള്ള ഡ്രസ്സിന്റെ അഡ്വർടൈസ്മെന്റ് നിങ്ങളുടെ ഫോണിൽ വരും. ബിക്കോസ് എവരി ഫോൺ ഈസ് ടാപ്പിംഗ് വാട്ട് യു ആർ സെയിങ് അറ്റ് ഹോം. ഇൻവെന്ററി മാനേജ്മെന്റ്, എഡ്യൂക്കേഷനിൽ AI ട്യൂട്ടറിംഗ്. മിക്കവാറും ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതൊക്കെ AI ബേസ്ഡ് ട്യൂട്ടറിംഗ് ആയിട്ട് മാറും. അഡാപ്റ്റീവ് ലേണിംഗ്, ഞാൻ കുറെ കൊല്ലം മുമ്പ് 2005 എഴുതിയ പുസ്തകമാണ്. ഇങ്ങനൊരു കാലം വരും. സ്റ്റുഡന്റിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന അഡാപ്റ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് വരും. എന്റെ പുസ്തകമാണ് അഡാപ്റ്റീവ് ലേണിംഗ്. എത്ര കൊല്ലം മുമ്പ്, 2005 എഴുതിയ പുസ്തകമാണ്. 5 മുതൽ 7 വരെ ആ 2 കൊല്ലത്തിൽ ഞാൻ എഴുതിയ പുസ്തകമാണ് അഡാപ്റ്റീവ് ലേണിംഗ്. സോ എ ഡേ വിൽ കം, ഇന്ന് വന്നു. അത് അഡാപ്റ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് വരുന്നു. ഓട്ടോമേറ്റഡ് ഗ്രേഡിംഗ് സിസ്റ്റം വരും. ടീച്ചേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് വേണ്ട, എറർ വരില്ല. എന്റർടൈൻമെന്റ് മീഡിയ, ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ആയാലും സ്പോട്ടിഫൈ ആയാലും നമുക്ക് കാണാം ഓൺ ദ ഫ്ലൈ ഡയലോഗുകൾ ഡിഫറെന്റ് ലാംഗ്വേജിൽ. എന്റെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ മലയാളത്തിൽ സംസാരിക്കുന്ന എല്ലാ സംഭവങ്ങളും എന്റെ യൂട്യൂബിൽ വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷില് അതിന്റെ ടാഗുകൾ വരും. ഓൺലൈൻ ഡബിങ് പോസിബിൾ ആണ്. ടെക്സ്റ്റ് മെസ്സേജുകൾ വളരെ ഈസി ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും ഓഡിയോ വീഡിയോ ആയിട്ട്. ലിപ്പ് മൂവ്മെന്റിലൂടെ മിക്സ് ചെയ്തിട്ട് ആസ് ഡോക്ടർ TPS സ്പീക്കിംഗ് ഐ ക്യാൻ ഗിവ് ദ ടെക്സ്റ്റ് ആൻഡ് ഐ ഡോണ്ട് ഹാവ് ടു ബി, ഞാൻ ഉണ്ടാവണമെന്നില്ല അവിടെ. എനിക്ക് പകരം AI വിൽ മേക്ക് മൈ ഫേസ് ടു സ്പീക്ക് ലൈക്ക് ദിസ്. അപ്പൊ എമർജിംഗ് ടെക്നോളജിയിൽ IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, AI ഡ്രിവൺ സ്മാർട്ട് ഹോംസ്, predictive maintenance of industries, 5Gയും AIയും കമ്പൈൻ ചെയ്താൽ ഫാസ്റ്റ് ഡാറ്റ പ്രോസസിംഗ് നടക്കുമ്പോൾ റിയൽ ടൈം AI അപ്ലിക്കേഷൻസ് വളരെ പോസിബിൾ ആയിട്ട് മാറ്റാൻ സാധിക്കും. ബ്ലോക്ക് ചെയിൻ, എൻഹാൻസ്ഡ് സെക്യൂരിറ്റി, ഫ്രോഡ് ഡിറ്റക്ഷൻ, ഓട്ടോമേറ്റഡ് കോൺട്രാക്ട്സ്, ബ്ലോക്ക് ചെയിൻ ആൻഡ് AI. അപ്പൊ IoT, 5G ആൻഡ് AI, ബ്ലോക്ക് ചെയിൻ ആൻഡ് AI, പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആൻഡ് AI. സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടേഷൻസ് നടത്താൻ സാധിക്കും. പണ്ട് ഇലക്ട്രോണിക്സ് ബേസ്ഡ് ചിപ്പുകൾ വേണമായിരുന്നു. ഓരോ പ്രോഗ്രാം ആവശ്യത്തിനും സെപ്പറേറ്റ് ചിപ്പുകൾ ഡെവലപ്പ് ചെയ്തിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പം. കാരണം കമ്പ്യൂട്ടേഷണൽ എബിലിറ്റി ഓഫ് കമ്പ്യൂട്ടേഴ്സ് വളരെ കൂടി. അപ്പൊ പ്ലാറ്റ്ഫോംസ് വളരെ പവർഫുൾ ആയി. ഇപ്പൊ പഠിക്കാനുള്ള കുറെ സബ്ജക്റ്റുകളും വിഷയങ്ങളുമുണ്ട്.
AI പവേർഡ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആക്കാൻ സാധിക്കും. അഡാപ്റ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ്, സ്റ്റുഡന്റിന്റെ പെർഫോമൻസും അവരുടെ അറിവില്ലായ്മ എവിടെയാണ്, എവിടെ പാച്ച് ചെയ്താലാണ് അവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കോഴ്സറയും ഖാൻ അക്കാഡമിയും എല്ലാ സംഭവങ്ങളും, ഉഡാമിയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും സംഭവങ്ങൾ, മൂക്ക്, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഒക്കെ AI ഉപയോഗിച്ചിട്ട് മാറ്റാൻ പോകും. ഇന്റലിജന്റ് ട്യൂട്ടറിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സ്ക്യുറൽ AI എന്നാണ്, കാർണജി ലേണിംഗ് പ്രോസസ്സസ്, ഗെയിമിഫിക്കേഷൻ, AI ഗെയിമിലൂടെ പഠിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ AI ഡ്രിവൺ ഇന്ററാക്റ്റീവ് ലേണിംഗ് ടൂൾസിലെ ഗെയിമിന്റെ പ്രത്യേകത. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഗെയിമാണ്. അപ്പൊ സ്റ്റുഡന്റിന്റെ എൻഗേജ്മെന്റ് കൂട്ടാൻ ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സസ്. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതില് പ്ലേഗറിസം പെട്ടെന്ന് പിടിക്കാൻ പറ്റും, ആരെങ്കിലും കോപ്പി ചെയ്താണെങ്കിൽ അത് പിടിക്കും. ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും, ഗ്രേഡിംഗ് എളുപ്പമാക്കാൻ പറ്റും, പ്രെഡിക്റ്റീവ് അനാലിസിസ് പോസിബിൾ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി കൂട്ടാൻ വളരെ എളുപ്പമാണ്. IBM വാട്സൺ, യൂണിബഡി, ഡിഗ്രി കമ്പാസ്, ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ നോക്കൂ. എൻറോൾമെന്റും റെക്കമെൻഡേഷനും പഠിക്കാനുള്ള മെത്തേഡും ഒക്കെ, ക്ലാസ് റൂം മാനേജ്മെന്റും ടൈം ടേബിൾ ഉണ്ടാക്കലും ഫാക്കൽറ്റി മാനേജ്മെന്റും. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ എളുപ്പം നടക്കും. ഓട്ടോമാറ്റിക് ഷെഡ്യൂളിങ്ങും റിസോഴ്സ് അലോക്കേഷനും ഒക്കെ എളുപ്പം നടക്കാണ്. റിസർച്ചിനുള്ള സപ്പോർട്ട് സിസ്റ്റമായിട്ട് AI അസിസ്റ്റന്റ് റിസർച്ച് മെത്തഡോളജീസ് വരും. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP, സയന്റിഫിക് ഡിസ്കവറീസിൽ AI സപ്പോർട്ട്, ക്ലൈമറ്റ് മോഡലിംഗിലായാലും എഞ്ചിനീയറിംഗ് റിസർച്ചിലായാലും ഡ്രഗ് ഡിസ്കവറി ആയാലും ഓട്ടോമേഷനിലായാലും മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും എല്ലാത്തിലും. AI പവേർഡ് സ്പീച്ച് ടു ടെക്സ്റ്റ്, ലാംഗ്വേജ് ടു ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞു. ലൈവ്, അതുകൊണ്ട് ഒരു രാജ്യത്ത് നടക്കുന്ന മറ്റേ രാജ്യത്തേക്ക് ഏറ്റെടുക്കാൻ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. സീംലെസ് ആയിട്ട് നമുക്ക് ലാംഗ്വേജ് അറിയാതെ തന്നെ ഏത് ലാംഗ്വേജിലും ഒരു ബാരിയറും ഇല്ലാതെ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ചില ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക്, ഡിസ്ലെക്സിയ, ലേണിംഗ് ഡിസബിലിറ്റീസ്, ഇതൊന്നും ബാധകമാവില്ല. കാരണം മൈക്രോസോഫ്റ്റിന്റെ ഇമ്മേഴ്സീവ് റീഡർ അസിസ്റ്റൻസ് ഉണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ലേണിംഗ് സിസ്റ്റംസ് സ്മാർട്ട് ക്യാമ്പസുകളായിട്ട് മാറും. ലേണിംഗ് വിത്ത് AI, പണ്ടത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും പോരാ. നല്ല കൊളാബറേറ്റീവ് ആയിട്ടുള്ള AI ക്ലാസ് റൂമുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന കൺസൾട്ടൻസിനെ വെച്ചിട്ട്, എന്റെയൊക്കെ എത്രയോ നല്ല സ്റ്റുഡൻസ് ഉണ്ടെന്നറിയോ, അമേരിക്കൻ ബേസ്ഡ് സ്റ്റുഡൻസ്. ദേ ആർ ആൾ എക്സ്പേർട്സ് ഇൻ ദിസ്. ക്യാമ്പസുകളിൽ ഒരു 2-3 മാസത്തെ പ്രോജക്റ്റ് കൊണ്ട് ക്യാമ്പസിന്റെ ദ ഹോൾ ക്യാമ്പസ് ക്യാൻ മെയ്ഡ് ഇൻ ടു AI എഫിഷ്യന്റ് ക്യാമ്പസ് ആക്കി മാറ്റണം. അതിലുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ടാവണം. ഓട്ടോമേഷൻ, എഫിഷ്യൻസി, AI ബേസ്ഡ് എൻഹാൻസിങ് ടെക്നോളജി, ഡാറ്റ അനാലിസിസ്, ഇൻസൈറ്റ്സ് ഉണ്ടാക്കണം, പേഴ്സണലൈസേഷൻ പറ്റണം. സൈബർ സെക്യൂരിറ്റി, ലേണിംഗ്, ഇതൊക്കെ സസ്റ്റൈനബിൾ ആണ്. അപ്പൊ ടെക്നോളജിക്കൽ എൻഹാൻസ്മെന്റ്, AI ബേസ്ഡ് റിസർച്ച്, ആർട്ടിലും ക്രാഫ്റ്റിലും ക്രിയേറ്റിവിറ്റിയിലും പോയട്രി റൈറ്റിംഗിലും എല്ലാത്തിലും കരിയർ പാത്തുകൾ ഉണ്ടാക്കാൻ, പുതിയ പുതിയ കരിയർ കണ്ടുപിടിക്കണം. ഇന്നത്തെ ഡാറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ച്, ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിച്ച്, കസ്റ്റമറുടെ എക്സ്പീരിയൻസ് നോക്കി പുതിയ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിച്ച് അടുത്ത ജനറേഷൻസിലേക്ക് AI എബിലിറ്റി മാറ്റാൻ ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സപ്പോർട്ട് വേണം, സോഫ്റ്റ്വെയറും പ്ലാറ്റ്ഫോംസും മാറ്റണം, ഡാറ്റ അനലിറ്റിക്സ് പോസിബിൾ ആവണം. IBM, സോഹോ അനാലിറ്റിക്സ്, കുറേ കമ്പനികളുണ്ട് ഇതൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ്, അസ്യൂർ AI, സാപ്പ്, ഈ പുതിയ പുതിയ ഡെവലപ്മെന്റ്സ്, ഹാപ്റ്റിക്, നിക്കി,
ഈ ഇത്തരത്തിലുള്ള പുതിയ സോഫ്റ്റ്വെയറുകൾ സിറ്റി ലാബ് എന്ന് പറയുന്ന MIT-യുടെ ഹണിവെൽ സ്മാർട്ട് സിറ്റീസ് ഇന്ത്യയിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുമായിട്ടുള്ള ടൈപ്പ് ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനെ കുറെ മാറ്റങ്ങൾ വരുത്തിയാല് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിൽ മാറ്റം ഉണ്ടാവും, അവർക്ക് പുതിയ 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 ഓപ്പർച്യൂണിറ്റീസ് വരും. ബോംബെ IIT-യും NIT-യും ഒക്കെ ഇതിനകത്ത് പാർട്ട്നേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറെ മൂവ്മെന്റ്സ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞ സമയമായി 9 മണി മുതൽ 10 മണി വരെ. പക്ഷെ നമ്മൾ തുടങ്ങാനൊക്കെ കുറെ വൈകി. നിങ്ങളുടെ ടെക്നോളജി ഹിച്ച് ഉണ്ടായിരുന്നു. സോ ഐ ക്യാൻ ഗോ ഓൺ ലൈക്ക് ദിസ്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഐ വിൽ ബി ഗ്ലാഡ് ടു ആൻസർ ഇറ്റ്. ഫൈനാൻസ് മിനിസ്ട്രി എംപ്ലോയീസിനൊക്കെ പറഞ്ഞിട്ടുണ്ട് AI ടൂൾസ് ഉപയോഗിക്കാൻ പാടില്ല, കാരണം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പോഴും AIക്ക് പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ എബിലിറ്റി ഉണ്ടോ? ഏതൊരു പുതിയ ടൂള് വരുന്ന സമയത്തും അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ ചാടും. അത് ഏത് പുതിയ ടൂളായാലും. അതിനാണ് ഇപ്പൊ വരുന്ന കുറെ സെക്യൂരിറ്റി സിസ്റ്റംസും സൈബർ സെക്യൂരിറ്റിയും. പിന്നെ എല്ലാ പുതിയ ടെക്നോളജി വരുമ്പോഴും ആദ്യം പഠിക്കുന്ന കള്ളന്മാരാന്ന് ആലോചിച്ച് നോക്കണം. സോ ദേ നോ ഹൗ ടു മിസ്ഗൈഡ് പീപ്പിൾ. കാരണം യൂസേഴ്സ് എഡ്യൂക്കേറ്റഡ് അല്ല. ആ യൂസേഴ്സ് എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഓരോ പാസ്വേഡ് കൊടുക്കുമ്പോഴും ഷെയർ ചെയ്യരുതെന്ന് പറയുന്നു. പാസ്വേഡ് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തിനാ നമ്മൾ പറയുന്നത്? അറിവില്ലാത്ത പലരും അത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യും, അബദ്ധത്തിലേക്ക് ചാടും. നമ്മൾ അത് AI-യുടെ മാത്രമല്ല, എല്ലാ ഡിജിറ്റൽ സിസ്റ്റംസിലും ഇത്തരം ഫേക്ക് ആയിട്ടുള്ള പറ്റിക്കപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഹൈലി ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ വളരെ സീനിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ കഴിഞ്ഞ ആഴ്ച കണ്ട് 60 ലക്ഷം റുപ്യ കണ്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ട് ഞാൻ ന്യൂസിൽ കേട്ടു. അപ്പൊ അത് പബ്ലിക്കിന് മാത്രമല്ല, ഇഫ് യു ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്, ലിറ്ററലി ഓരോ സംഭവവും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിഞ്ഞാലേ, അത് അറിയാത്തിടത്തോളം കാലം ആദ്യത്തെ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഫോൺ ഉപയോഗിക്കരുത് മക്കളത്, പിന്നെ ഇത് കാണരുത് അത് കാണരുത്, ഇന്റർനെറ്റ് അത് ഉപയോഗിച്ചാൽ മക്കൾ വഷളാവും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന അമേരിക്കയിൽ ഇതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളേ ഇല്ലല്ലോ. കാരണം ഓരോ ഇൻഡിവിജ്വൽസും വളരെ ഡിസിപ്ലിൻഡ് ആണ്. ആവറേജ് കേരളത്തിൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് മിസ്യൂസിന്റെ 1000-1 പോലും ഇല്ല ഇതിന്റെയൊക്കെ മഹാരാജ്യം എന്ന് പറയുന്ന അമേരിക്കയിൽ. അപ്പൊ നമ്മുടെ ആ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണ്. ആ കാലം വരുമ്പോ മേ ബി ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഈ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാണ്ടാവും. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കുഴപ്പമുണ്ട്. മോള് പറഞ്ഞത് കറക്റ്റ് ആണ്. റോബോട്ടിക്സിലൊക്കെ ഇപ്പോ യൂസ്ഫുൾ ആണ്. പക്ഷെ അതിൽ വല്ല എററോ മാൽഫങ്ഷൻ ഉണ്ടായാൽ അത് നമുക്ക് എന്താ പറയാ ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഇല്ല, അത് നമുക്ക് ഹാർംഫുൾ ആവില്ല. അപ്പൊ അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഫേക്ക് ഫ്രീ, എറർ ഫ്രീ ആവാനുള്ള സാധ്യതകളാണ് കുറച്ചുകൂടി കൂടുതൽ. കാരണം ഹ്യൂമൻ എറേഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന എററാണ്. AI-യുടെ എറർ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും, ഇപ്പൊ ഞാനിപ്പോ എന്താണ് AI-യുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾ ഞാനിപ്പോ ഉപയോഗിക്കുന്ന അലക്സി ആയാലും ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഗൂഗിൾ നോട്ട് ആയാലും കൃത്യമായിട്ട് വൈ AI ഈസ് ഡിഫറെന്റ് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുമല്ലോ. കാരണം കുറെ ഇൻഫർമേഷൻസ്, കുറെ ഡാറ്റ എടുത്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്, റിഫൈൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഡെലിവറിക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ഡോക്ടറുടെ അറിവല്ല. AI റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ മെഷർമെന്റിന് ഉണ്ടാവുന്ന എറേഴ്സ് ഉണ്ട്. ഇപ്പൊ ഹിപ്പ് റീപ്ലേസ്മെന്റോ നീ റീപ്ലേസ്മെന്റോ ഹാർട്ട് റീപ്ലേസ്മെന്റോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എവിടെ എത്ര, ഇപ്പൊ ലിവർ ആണെന്ന് വിചാരിക്കാം, ആ കൃത്യമായിട്ട് കട്ട് ചെയ്താലേ ബാക്കിയുള്ളവരുടെ അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ഹ്യൂമൻ മെഷർമെന്റിലും എറർ ഉണ്ടാവും. അത്രയും പ്രിസൈസ് ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ റോബോട്ടിക്സ് ക്യാൻ ഡു ഇറ്റ് മച്ച് ബെറ്റർ.
കാരണം ഇതിന്റെ കൂടെ തന്നെയുള്ള ഡെവലപ്മെന്റ് ആണ് നാനോ ടെക്നോളജി. നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁹ എന്നാണ്. അപ്പൊ എത്ര പ്രിസിഷൻ വരെ നമുക്ക് കിട്ടും? ഇപ്പം 10⁻⁹. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇറ്റ് ഗോയിങ് ടു ബി മോർ പ്രിസൈസ്, കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. നമുക്ക് കാണുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ടെലിസ്കോപ്പിക് കാണാൻ പറ്റൂലേ, മൈക്രോസ്കോപ്പ് കാണാൻ പറ്റില്ലേ? അപ്പൊ മൈക്രോസ്കോപ്പിക് സർജറി ഹ്യൂമൻ ഹാൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്യുന്നത് മിഷ്യൻസ് ആണ്. ഇപ്പൊ കണ്ണിന്റെ അകത്ത് ചെറിയ പാടകൾ മാറ്റിയിട്ട് ചെയ്യുന്ന കൈകൊണ്ടല്ല ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ മിഷൻ ബേസ്ഡ്. കാറ്ററാക്ട് സർജറി, ലേസർ ട്രീറ്റ്മെന്റ്. ആ ലേസർ ട്രീറ്റ്മെന്റ് നമ്മുടെ കണ്ണിൽ എത്ര മെമ്പറൈന് എത്രയാണോ കർവ് വേണ്ടത് ആ കർവ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിന് എത്ര കർവ് കോൺവെക്സ് കോൺവേവ് വേണമോ അതാണ് എനിക്ക് കിട്ടുന്ന പവർ. ഇന്ന് എന്തുകൊണ്ട് പ്രിസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു? ഇറ്റ്സ് ഓൾ മിഷൻ ബേസ്ഡ്. ആ മിഷൻ കുറച്ചും കൂടി നോളജ് ബേസ്ഡ് ആയിട്ട് മാറ്റുകയാണ് AI ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ ട്രെയിനുകളിലും നമ്മുടെ ബസ്സുകളിലും എല്ലാം ഓട്ടോമാറ്റിക് ആവുമല്ലോ. എത്രയോ ഹ്യൂമൻ, അത് കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയാലേ നമ്മുടെ ട്രാഫിക്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം. സോ ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബി ലെസ് എററ്റിക്. കുറെ കുറവായിരിക്കും എററുകൾ പറ്റുന്നത്. ഇന്നത്തേനേക്കാളും ബെറ്റർ ആയിരിക്കും. യാ, ഇന്നിപ്പോ ഈ വിദ്യാഭ്യാസ മേഖലകളിൽ AI ഭയങ്കരമായിട്ട് ഇപ്പൊ കയറി വരും. സോ ഇത് കുട്ടികളുടെ ചിന്തകളെ കുറച്ചിട്ട് ഇവർ കൂടുതലും AI-കൾക്ക് അഡിക്റ്റഡ് ആവാം. അവരുടെ പ്രോജക്ട്സ് ആയാലും എല്ലാം അതിലൂടെയാണ് അവർ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ ചിന്തകളെ കുറയ്ക്കില്ലേ? അതിന് എനി പ്രോബ്ലംസ്? ഇപ്പൊ അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നറിയോ? ഏത് ബ്രാഞ്ച് ആയിരിക്കും എന്നറിയോ? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ളവരായിട്ട് മാറുകയാണ്. ഇപ്പൊ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട്, ഞാൻ ഈ ടോക്കിന് ഇന്നലെയുള്ള കംപ്ലീറ്റ് ലെക്ചർ കേട്ടിട്ടാണ്. ലെക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, പ്രിപ്പയർ ചെയ്യാണ്ട് വരില്ലല്ലോ ഒരു ടോക്കിന് വരുമ്പോൾ. അപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത് ഏതാണ്? ഇന്നലെ പാരീസിൽ നടന്ന ഡിസ്കഷൻസും അവിടെയുള്ള ടോക്കുകളും അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ലെക്ചറും ഒക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പ്രൈം മിനിസ്റ്ററുടെ ടോക്കും മോദിയുടെ ടോക്കൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ എത്ര പേരുണ്ട് അത് കേട്ടവര്? ഒന്ന് കൈപൊക്കൂ. ആ കംപ്ലീറ്റ് പ്രൊസീഡിങ്സ് ഞാൻ രാത്രി ഫുൾ കേട്ടു. ഒരു പ്രാവശ്യമല്ല, 1, 2, 3 പ്രാവശ്യം കേട്ടു. ആ കേട്ട സമയത്ത് ഇന്നെന്റെ ടോക്കില് അതുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ലോകത്ത് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴല്ലേ, നിങ്ങൾ ഇന്നിങ്ങനെ ഒരു ലെക്ചർ ഉണ്ടെന്ന് അറിയുമ്പോ, റോൾ ഓഫ് AI ഇൻ എൻഹാൻസ്ഡ് ടെക്നോളജി എന്ന് അറിയുമ്പോ, AI ബേസ്ഡ് ആയിട്ടുള്ള പാരീസിൽ നടക്കുന്ന പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അറ്റൻഡ് ചെയ്യുന്ന ഒരു ലെക്ചർ കേൾക്കാൻ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർമാർക്കോ ടീച്ചർമാർക്കോ കുട്ടികൾക്കോ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഗെറ്റിംഗ് അഡ്വാൻസ്ഡ്. ആ അഡ്വാൻസ്മെന്റ് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോൾ രാവിലെ ബാഗും എടുത്ത് ക്ലാസ്സിൽ പോയി കേട്ടതാണ് എഞ്ചിനീയറിംഗ് എന്ന്. അത് മണ്ടത്തരാണ്. ഞാനും എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റിന്റെ പ്രൊഫസറായിരുന്നു. ഇപ്പോഴും ICFA യൂണിവേഴ്സിറ്റിയുടെ പ്രാക്ടീസിംഗ് പ്രൊഫസറാണ്. ഇവിടെ KL യൂണിവേഴ്സിറ്റിയിൽ ഐ വാസ് എ പ്രൊഫസർ. കോവിഡ് കാലത്ത് കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞ് അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ നോക്കുക വേണ്ടത്. അങ്ങനെ പോകുന്നവര് എപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പ്രോംപ്റ്റ് ആണ്. പ്രോംപ്റ്റ് ടു ദ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളിലും ഞാൻ പ്രോംപ്റ്റ് ആണ്. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞു, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രീപതിയിൽ വന്നു. 1, 2 കുട്ടികളെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എന്റെ നമ്പർ എന്റെ ഡിസ്പ്ലേയിൽ തന്നെയുണ്ട്. നോ കമ്മ്യൂണിക്കേഷൻ, നോ ഇന്ററാക്ഷൻ, നോ കണക്ടിവിറ്റി. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഐഡന്റിഫൈ പീപ്പിൾ ടു ടോക്ക് ടു, ഗെറ്റ് മോർ നോളജ്, ഗെറ്റ് പ്രോംപ്റ്റ്.
അതാണ് പ്രോംപ്റ്റ്നെസ്. എന്ത്, എവിടെ, എങ്ങനെ, ആരോട്, എപ്പോ ചോദിക്കണം, ആ അറിവുണ്ടാവുമ്പോഴാണ് ആ അറിവിൽ നിന്ന് അടുത്ത അറിവിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ AI യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഫുൾ എനിക്ക് അറിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യങ്ങളിലേക്ക് മാറണം. അപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത് ബുദ്ധിയുമായിട്ട് വ്യത്യാസമുണ്ട്. ബുദ്ധിയുള്ളവരാണ് നമ്മളൊക്കെ, ഇന്റലിജന്റ് ആണ്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റലിജൻസ് പൂർണ്ണമായിട്ടും അറിവ് നേടിയിട്ടുള്ള ഇന്റലിജൻസ് ആണ്. നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്, പക്ഷെ അറിവ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അടക്കം അറിയുമ്പോഴാണ് അടുത്ത അറിവിലേക്ക് നമ്മൾ ചാടുക. അപ്പൊ എന്താണ് ക്രിയേറ്റിവിറ്റി? നമ്മുടെ ക്രിയേറ്റിവിറ്റി ഭഗവാൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ ഭാര്യയാണ് സരസ്വതി. എന്തുകൊണ്ടാണ് ബ്രഹ്മാവിനെയും സരസ്വതിയെയും കൂടെ നിർത്തിയിട്ട് നമ്മുടെ ഭാരതീയ ശാസ്ത്രം പഠിപ്പിച്ചത്? നിങ്ങൾ നല്ലപോലെ ക്രിയേറ്റീവ് ആവണമെങ്കിൽ. അതാണ് മോന്റെ ചോദ്യം. നമ്മൾ ക്രിയേറ്റീവ് ആവോ? ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുമോ? എത്രത്തോളം അറിവ് കൂടുമോ അത്രത്തോളം ക്രിയേറ്റിവിറ്റി കൂടും. എവിടെ സരസ്വതി ഉണ്ടോ അവിടെ ബ്രഹ്മാവ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് കുട്ടികൾ ക്രിയേറ്റീവ് അല്ലാത്തത്? അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അറിവും ക്രിയേറ്റിവിറ്റിയും കൂടെ പോണ്ടതാണ്. അതുകൊണ്ടാണ് PhD എപ്പോ ചെയ്യേണ്ടത്? മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്. ആ ഒരു സബ്ജക്റ്റിൽ മാസ്റ്ററി വരുമ്പോഴാണ് PhD ചെയ്യുക. അപ്പൊ നല്ല മാസ്റ്ററി കിട്ടണമെങ്കിൽ ഇന്നത്തെ അറിവ്, ഈ നിമിഷം വരെയുള്ള സംഭവം കൃത്യമായിട്ട് പഠിക്കാൻ പറ്റണം. അത് കവിത എഴുതുമ്പോഴായാലും പുതിയ ഐഡിയകൾ ഉണ്ടാവണം. ആ ഐഡിയകൾ മുന്നിലോട്ട് ചാടി ചാടി വരും. ആ സ്പീഡിൽ നമ്മൾ ഓടിയാലേ അത് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്രത്തോളം നമ്മൾ പുതിയ പുതിയ ലോകത്തെ കാണുന്നോ അത്രത്തോളം നമുക്ക് പുതിയ പുതിയ സംഭവങ്ങൾ അറിയാനും ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ സ്ലോ റണ്ണേഴ്സിന് വരുന്ന ഒരു ചോദ്യമാണിത്. വളരെ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നവർക്ക് എപ്പോഴും ഇത്തരം സംശയങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് പഠിക്കുക, ലേൺ അപ് ടു ദ ടോപ്പ് ലെവൽ. എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കും. ഇന്ന് എന്താണോ നടക്കുന്നത് അതിനെ ക്യാപ്ചർ ചെയ്യാം. കാരണം നമ്മളല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്യും. നമുക്ക് ചെയ്യണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുക. അതാ വേണ്ടത്. സോ ക്യാച്ച് ഇറ്റ് ഫ്രഷ്. ക്വസ്റ്റ്യൻ ആണ്, ഈ എഐയും മെഷീൻ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ഏതൊക്കെ എത്തിക്കൽ കൺസേൺസ് ആണ് എഐ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഇപ്പം ഞാൻ പറഞ്ഞു AI കനോട്ട് ഡു വർക്ക്. അത് റോബോട്ടിക്സിലാണ് അപ്ലിക്കേഷൻ ആയിട്ട് വരിക. അപ്പോൾ ആ റോബോട്ടിക്സിന്റെ സാധാരണ റോബോട്ടിക്സ് പ്രോഗ്രാം ചെയ്തിട്ട് അത് അതുപോലെ ചെയ്യാം. എന്താണ് മെഷീൻ ലേണിംഗ്? ഞാൻ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഏറ്റെടുക്കില്ല. 4 ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പോവുകയാണെങ്കിൽ അതിൽ നിന്നും ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് സെൽഫായിട്ട് പഠിക്കുന്നതാണ് മെഷീൻ ലേണിംഗ്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത പണി രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ പണ്ടത്തെ എക്സ്പീരിയൻസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിന് അങ്ങനെ പറ്റുമോ? പറ്റില്ല. ആ എബിലിറ്റി ഉള്ള റോബോട്ടിക്സിന് ഒരു പ്രാവശ്യം ചെയ്താൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ പുതിയ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണ്ട, ഐ ഓൾറെഡി നോ എന്ന് പറയും. അപ്പൊ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനോട് പറയാണ്, ഡോക്ടർ TPSന്റെ ടെലിഫോൺ നമ്പർ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇന്നത് പറയണം എന്ന് ഞാൻ എൻ്റെ അലക്സിയോടോ ആണ് ഞാൻ എൻ്റെ സിറിയോടാണ് പറയുന്നത് വിചാരിക്കാം. അത് ഓട്ടോമാറ്റിക്കലി ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ ലോകത്തിന്റെ എവിടെയുള്ള, ഞാൻ ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആണ്, എവിടെയുള്ള ആര് ചോദിച്ചാലും ഈ ആൻസറും അതിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ 4 പേരോ 5 പേരോ ഇതേ ഇൻപുട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ എവിടെ എന്ത് ആൻസർ കൊടുക്കും? കൺഫ്യൂസ്ഡ് ആവും. മനുഷ്യന്മാര് കൺഫ്യൂസ്ഡ് ആവുന്ന പോലെ ഏതാണ് ഉത്തരം പറയേണ്ടത്. അപ്പൊ മിഷൻ എന്ത് ചെയ്യും? ഉടനെ അത് അറിയും. ആ ചോദിക്കുന്ന വ്യക്തിക്ക് ഡോക്ടർ TPS ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഞാൻ ചോദിക്കുന്ന ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലാണോ ചോദിക്കുന്നത്? എന്നിൽ നിന്നും എത്ര ദൂരെയാണ് അവരുടെ താമസം? ഇതൊക്കെ നോക്കിയിട്ട് ആൻസർ പറയും. ഒരു ഉദാഹരണത്തിന് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്
കോളേജിലേക്ക് പോകുമ്പോഴുള്ള ട്രാഫിക് ജാമിനെ കുറിച്ച് പറയുന്നു. അത് 27 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത് വിചാരിക്കാം. അതേ കുറേ ആൾക്കാർ അതുവഴി ഇതേപോലെ ചോദിച്ചിട്ട് റൂട്ട് നോക്കി ഓടുന്നുണ്ട്. അവിടെ ട്രാഫിക് ജാമുകൾ വന്ന് വരുമ്പോൾ നിങ്ങൾ കാണാം, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ റെഡ് പോവും, ഓറഞ്ച് ആവും, ഓറഞ്ച് പോവും, ബ്ലൂ ആവും, ബ്ലൂ പോയി റെഡ് ആവും. എന്താ കാരണം? ഓൺലൈൻ അത് പഠിച്ചിട്ട് ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റഷ് എത്രയുണ്ടെന്ന് പറഞ്ഞു തരികയാണ്. സോ ഇറ്റ്സ് ലേണിംഗ് ബൈ ഇറ്റ് സെൽഫ്. ആരും ഇരുന്ന് പ്രോഗ്രാം ചെയ്തിട്ട് അതിന്റെ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് പോകാൻ ഇത്രയും സമയം വേണമെന്ന് പറയുന്നില്ല. അത് ഉള്ളിൽ മിഷൻ പഠിക്കുകയാണ്. അപ്പൊ സാധാരണ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസിലെ മിഷൻ ലേണിംഗ് ഇപ്പോഴും വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പിൽ അടക്കം വരുന്നുണ്ട്. അത് മിഷൻ ലേണിംഗ് ആണ്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എവറി ഡേസ് ജോബ്. അതിൽ എറർ അല്ല, ഏറ്റവും എറർ ഫ്രീ ആയിട്ടുള്ള ഏറ്റവും മേന്മയുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാറാണ്. കുറേ മൂവ് ചെയ്യുന്ന GPS ഉപയോഗിച്ചിട്ട് എല്ലാവരും GPS ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ റൺ ചെയ്യണേ. ആ 10 പേര് പോകുമ്പോൾ അവിടെ ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യും. അവരുടെ സ്പീഡ് 20 കിലോമീറ്ററിൽ നിന്ന് 10 കിലോമീറ്റർ 5 കിലോമീറ്റർ ആകുമ്പോൾ അത് വെച്ച് കമ്പ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ എത്താനുള്ള സമയം പറയാണ്. അപ്പൊ ഓൺലൈൻ അപ്ഡേറ്റിംഗ് ആണ് ഗൂഗിൾ മാപ്പ്. ഞാൻ മാപ്പിംഗ് ആണ്, സാറ്റലൈറ്റ് വെച്ചിട്ടുള്ള മാപ്പിംഗ് ആണ് എന്റെ സബ്ജക്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളിലാക്കി സിലബസിലാക്കി ക്ലാസ് റൂമിൽ എത്തുമ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദ അക്കാഡമിക് ആക്ടിവിറ്റി, അതുകൊണ്ടാണ് ഇന്ത്യയിൽ 3 ലക്ഷം എഞ്ചിനീയേഴ്സ് ഉണ്ടാകുമ്പോൾ 3000 പേർക്ക് ജോലി കിട്ടുന്നത്. യു ആർ നോട്ട് ഗെറ്റിംഗ് അപ്ഡേറ്റഡ്. നിങ്ങളുടെ സിലബസ് മാറുന്നില്ല എന്നുള്ളത് പോട്ടെ, ഫാക്കൽറ്റിയും എഞ്ചിനീയറിംഗ് കോളേജും ടീച്ചിങ്ങും മെത്തഡോളജിയും കോൺഫറൻസുകളും ഒക്കെ അങ്ങനെ ആവണം. ഇത്തരം സംഭവങ്ങൾ നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് പോലെ യു ഷുഡ് ഹാവ് ലോട്ട് ഓഫ് സച്ച് സെമിനാർസ്, എക്സ്പേർട്ട് ഷുഡ് കം ടോക്ക് ടു യു, ഇന്ററാക്ട് ലൈക്ക് ദിസ്. എത്ര നല്ല ചോദ്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. അത് ഈ ഒരു കോൺഫറൻസിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. യു ഷുഡ് ഹാവ് എ റിസോഴ്സ് പ്ലേസ് വേർ പീപ്പിൾ വിൽ കീപ് ടോക്കിംഗ് ടു ദം ആൻഡ് ദെൻ ഗെറ്റ് ദിസ് ക്ലാരിഫിക്കേഷൻസ് എവരി നൗ ആൻഡ് ദെൻ. ഇത് ആ ചോദ്യങ്ങളിൽ ഒതുങ്ങരുത്, ഞാൻ പറയുന്ന ഉത്തരത്തിലും ഒതുങ്ങരുത്. സ്റ്റാർട്ട് ഡിബേറ്റിംഗ്, സ്റ്റാർട്ട് ഡിസ്കസിങ്. അങ്ങനെയാണ് അറിവ് കൂട്ടേണ്ടത്. അങ്ങനെ അറിവ് കൂട്ടിയിട്ട് പാരലലി നിങ്ങളിപ്പോ ഏത് കോഴ്സാണ് ഏത് ഇയർ ആണെന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഏതാ ബ്രാഞ്ചെന്നും പോലും ചോദിച്ചിട്ടില്ല. അതിനൊന്നും പ്രത്യേകതയില്ല. ഇപ്പം നിങ്ങൾ ചേരുന്ന ബ്രാഞ്ചോ ചേരുന്ന ഇയറോ ഒന്നും ബാധകല്ല. കാരണം ഇന്റർനാഷണലി യൂണിവേഴ്സിറ്റികൾ ഫ്രീ ആയിട്ട്, യു ഡോണ്ട് ഈവൻ ഹാവ് ടു പേ. എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുക്കുന്ന ഫീസ് പോലും വേണ്ട. ഇന്റർനാഷണലി ഫ്രീ ആയിട്ട് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. എന്റെയൊക്കെ കുട്ടികൾ, ഞാൻ മെന്റർ ചെയ്യുന്ന കുട്ടികൾ ഒരു എഞ്ചിനീയറിംഗ് തീരുമ്പോഴത്തേക്കും 200-ലധികം കോഴ്സുകൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്. അതുകൊണ്ടാണ് അവർക്കൊക്കെ ടപ്പ് എന്നുള്ള ജോലി കിട്ടുന്നത്. ബിടെക് കഴിയുമ്പോഴത്തേക്കും ദേ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ജോബ് ഇൻ എനി പ്ലേസ്. ഏത് സ്ഥലത്ത് പോയാൽ ജോബ് കിട്ടുന്ന സ്ഥലത്തിലേക്ക് മാറും. അത് ക്ലാസ് റൂം എഡ്യൂക്കേഷൻ പോരാ. യു മസ്റ്റ് ജംപ് ഇൻ ടു എ ഹയർ ഗ്രേഡ്. കുറച്ചും കൂടി ഹയർ തലത്തിലേക്ക് പോയി അത്തരം നോളജുകൾ എക്വയർ ചെയ്ത് മോസ്റ്റ് മോഡേൺ മോസ്റ്റ് അഡ്വാൻസ്ഡ് നിലയിലേക്ക് എത്തണം. അതാണ് വേണ്ടത്. വണ്ടർഫുൾ ക്വസ്റ്റ്യൻ, ഗുഡ് ക്വസ്റ്റ്യൻ, താങ്ക് യു. അല്ല, നിങ്ങൾക്ക് AI ടൂൾസ് എന്ന് പറയുമ്പോൾ എന്തിനുള്ളതാണെന്ന് അറിയണം, എന്ത് അപ്ലിക്കേഷൻ ആണ്. കാരണം അപ്ലിക്കേഷൻ മാറുമ്പോൾ ടൂള് മാറും. ഇപ്പൊ നിങ്ങള് പിന്നെ വീഡിയോ ഡബിംഗ് ആണ് പഠിക്കേണ്ടത്, അതിനുപയോഗിക്കാൻ സെപ്പറേറ്റ് ആണ്. നിങ്ങൾ ഓഡിയോ കൺവേർഷൻ ആണ്, ഫുൾ ബോഡി മിമിക് ആണെങ്കിലും ലിപ്പ് മിമിക് ആണെങ്കിലും എൻറ്റയർലി ഡിഫറെന്റ് ടൂൾസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഗോ ഓൺലൈൻ, ഓപ്പൺ കോഴ്സ്, ഫ്രീ AI ടൂൾസ്, ഫ്രീ AI സ്കിൽ 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 കൃത്യമായ വാക്ക് വേണം. ആ സ്കിൽ ഉപയോഗിക്കാനുള്ള മെത്തേഡ് ഏതാണ്, അതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർസ്. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ചെയ്യുന്നത് മിക്കവാറും ഓഡിയോ വീഡിയോ ക്ലിപ്പിങ്ങും, അപ്പൊ ഡീപ് ഫേസ് ലാബ്, സിന്തിസ, അങ്ങനെ കുറെ ഉണ്ട്. ഓട്ടോമാറ്റിക് വീഡിയോ മിമിക്കിംഗ് സോഫ്റ്റ്വെയർസ് ഇഷ്ടം പോലെ ഉണ്ട്.
AI പവേർഡ് ആയിട്ടുള്ള ടൂൾസ് പഠിക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഉണ്ട്, പ്ലെന്റി ഓഫ് ദം. അപ്പൊ ഏത് ആണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, അത് ആദ്യം ചെയ്യേണ്ടത് AI ഇൻ എഡ്യൂക്കേഷൻ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ മാപ്പിങ്ങിനാണ് ഉപയോഗിക്കുന്നത്, ഞാൻ എന്റെ സബ്ജക്ട് അതാണ്, നാവിഗേഷൻ ടെക്നോളജിയാണ്. മാപ്പ് മൈ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് വേണ്ടത്. റിവിഗോ എന്ന് പറയുന്ന പ്രോഗ്രാംസ്. നാവിഗേഷൻ ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഓക്കെ, സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസിൽ AI പവേർഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്ന ഏതാണ്? ക്യൂറ AI എന്ന് പറയുന്നതാണ്. ഇപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ഏതാണ്, ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത്, ഏതാണ് ഞാൻ പഠിക്കാൻ പോകുന്ന വഴി, അതും അറിയില്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണ് കൺവെൻഷണൽ AI പ്ലാറ്റ്ഫോംസ്, Nikki.ai, ഹാപ്റ്റിക്, ഇത്തരം AI പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് പഠിക്കുക. സാപ്പ് ലിയാനാഡോ, മൈക്രോസോഫ്റ്റ് അസൂർ AI സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിലുള്ള സോഫ്റ്റ്വെയർസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ സോഹോ അനലിറ്റിക്സ് നോക്കാം, IBM വാട്സൺ നോക്കാം, ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ ആണെങ്കിൽ. ഞാനൊക്കെ MBA ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അനലിറ്റിക്സ്, ബിഗ് ഡാറ്റ അനാലിസിസിന് ഉപയോഗിക്കുന്നത്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്, ലൈഫ് സൈക്കിൾ, ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്, LPM. ഇത് ഓരോ അപ്ലിക്കേഷനും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് യു ഷുഡ് കം ബാക്ക്, ആസ്ക്, ഒന്നോ രണ്ടോ നോക്കിയിട്ട് then step by step you can learn, but you have to continuously learn from outside. ഓൺലൈൻ പ്രോഗ്രാംസ് ചെയ്യണം, എങ്കിലേ നിങ്ങൾ അപ് ടു ഡേറ്റ് ആവും. ഞാനൊക്കെ വർക്ക് ചെയ്ത KL യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫാക്കൽറ്റീസിന് പോലും കമ്പൽസറി ആണ്. ഞങ്ങള് അസിസ്റ്റന്റ് പ്രൊഫസറെ അസോസിയേറ്റ് പ്രൊഫസർ ആക്കണമെങ്കിൽ ആ അസിസ്റ്റന്റ് പ്രൊഫസർ ഇത്രയും മിനിമം ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ചെയ്താലേ പ്രൊമോഷൻ കൊടുക്കുള്ളൂ എന്നാണ്. ടീച്ചേഴ്സും അപ്ഡേറ്റ് ആവണം. അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ, പ്രൊഫസർ ഡീൻ ആവണമെങ്കിൽ, ഞാൻ അവിടുത്തെ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ കമ്പൽസറി പറയാറുണ്ട്, അത് നിർബന്ധമായിട്ട് വേണം. ഇപ്പം പണ്ട് ഞാൻ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അവിടെ കോഴ്സ് അറ്റൻഡ് ചെയ്താലേ അവർക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ എന്നാണ് നിയമം. ഇന്ന് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല, കാരണം അത് വളരെ റൊട്ടീൻ പഴയ സിസ്റ്റം ഇപ്പോഴും തുടരുകയാണ്. അപ്പൊ ഓൺലൈൻ ഓപ്പൺ കോഴ്സ് നിങ്ങൾ 10 ചെയ്താലേ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ ആണെന്ന് വിചാരിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഐ വിൽ ഗിവ് യു ഇന്റേണൽ മാർക്സ് ഓൺലി വെൻ 5 കോഴ്സ് ചെയ്താലേ. അത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം, എലക്ടീവ്സ് ഒന്നും ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. യു ചൂസ് യുവർ എലക്ടീവ്സ്. എത്ര എലക്ടീവ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കോളേജിൽ? 5ഓ 10ഓ കാണും. ഇന്റർനാഷണൽ എത്ര എലക്ടീവ്സ് ഉണ്ട്? 20,000 എലക്ടീവ്സ് ഉണ്ട് നിങ്ങളുടെ സബ്ജക്ട് നോക്കിയാൽ. സോ യു ടേക്ക് യുവർ എലക്ടീവ്സ്, ചൂസ് യുവർ സെൽഫ്, ലേൺ യുവർ സെൽഫ്. കാരണം ലോകം എന്ന് പറയുന്ന ക്ലാസ് മുറി അല്ല ഇപ്പം. ഇറ്റ്സ് ഇന്റർനാഷണലി ഓപ്പൺ ഫോർ എവ്രി വൺ ഓഫ് us. അതും ഫ്രീ, അതാണ് അറിയേണ്ടത്. ഫ്രീ, നോ പേയ്മെന്റ് അറ്റ് ഓൾ. ആ, ഒരു ഫ്രീ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു, കുട്ടികൾക്ക് കുറച്ചുകൂടി ഫ്രീ ആക്സസ് നോളജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തപ്പോഴുള്ള സ്റ്റുഡൻസിന് ബെനിഫിഷ്യൽ ആയിരിക്കും. ആ യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ പറയുകയാണെങ്കിൽ ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണെങ്കിൽ. not required. You go to MOOC, edX, Coursera. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും, മാത്തമാറ്റിക്സ് വേണോ, ഫിസിക്സ് വേണോ, കെമിസ്ട്രി വേണോ, കമ്പ്യൂട്ടർ സയൻസ് വേണോ, മെക്കാനിക്കൽ, ടൈപ്പ് ഇൻ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, ഫ്രീ ഓൺലൈൻ കോഴ്സസ്. എന്നിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം, വളരെ സ്പെസിഫിക്കും ആവാം, സൈക്കോളജി ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, ഹിസ്റ്ററി ആവാം, ആർട്ട് അപ്രീസിയേഷൻ ആവാം. ആർട്ട് വരയ്ക്കാൻ മാത്രമല്ല, എങ്ങനെ ഒരു ചിത്രത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് പഠിക്കാനുള്ള കോഴ്സ് പോലും ഉണ്ട് ഇപ്പം. വീഡിയോ എഡിറ്റിംഗ് ആവാം, ജിയോഗ്രഫിക് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഒക്കെയാണ് എന്റെ സ്പെഷ്യലൈസേഷൻ. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള സബ്ജക്റ്റ് ആണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആവാം. യു ടെൽ ദ സബ്ജക്ട്, ടൈപ്പ് ഇൻ ഫ്രീ കോഴ്സ്. എവ്രിബഡി ഷുഡ് ഡു ദിസ്, എവറി ടീച്ചർ ഷുഡ് ഡു ദിസ്. അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിക്കം, നമ്മൾ എത്രത്തോളം നമ്മുടെ പേനയിൽ മഷി നിറക്കുന്നു അല്ലെങ്കിൽ വെപ്പണിന്റെ മൂർച്ച കൂട്ടുന്നു, അതുപോലെയാണ് ഈ ഓൺലൈൻ കോഴ്സസ്. അത് എല്ലാം ഫ്രീ ആവണമെന്നില്ല. ചില യൂണിവേഴ്സിറ്റികൾ ഹൈലി കോസ്റ്റ്ലി ആണ്. ഇപ്പൊ നല്ല കമ്പനികളിൽ, ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ
അവർ ചെയ്യുന്നത് കോഴ്സെറ, നിങ്ങൾക്ക് എത്ര കോഴ്സ് ചെയ്താലും കാശ് കൊടുക്കേണ്ട, കമ്പനി വിൽ പേ. കാരണം അവിടുത്തെ പിന്നെ എംപ്ലോയേഴ്സിന്റെ നോളജ് കൂട്ടുക എന്നുള്ളത് കമ്പനിയുടെ പണി ആവശ്യമാണ്. അതുപോലെ ദ ഹോൾ കോളേജ് ക്യാൻ ബൈ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം മേടിച്ചാൽ എല്ലാ കുട്ടികൾക്കും എല്ലാ ഫാക്കൽറ്റികൾക്കും അത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ദ ടൈം യു എസ് ഐ ആം ഫ്രം ശ്രീപതി കോളേജ്, അത് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രീ ആക്സസ്. അത് ഉഡാമി ആവാം, സ്കിൽ സെറ്റ് ആവാം, കോഴ്സെറ ആവാം, എഡെക്സ് ആവാം. ഇതൊക്കെ വരുന്ന ഒറ്റൊരു പ്ലാറ്റ്ഫോമാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. അത് പ്രോഗ്രാമിംഗ് ആവാം, പൈത്തൺ പഠിക്കണം നിങ്ങൾക്ക്, പൈത്തൺ ഫ്രീ കോഴ്സ് എത്രയോ ഉണ്ട്. ആയിരക്കണക്കിന് ഫ്രീ പ്ലാറ്റ്ഫോംസ് ആർ അവൈലബിൾ ഫോർ ലേണിംഗ് പൈത്തൺ. നിങ്ങൾക്ക് പൈത്തൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ടൂൾ ആണ് പഠിക്കേണ്ടത്. യു ഡിസൈഡ് വേർ ടു ഗോ. ഇനി ചില യൂണിവേഴ്സിറ്റികള്, എബ്രോഡുള്ള യൂണിവേഴ്സിറ്റികള് സർട്ടിഫിക്കേഷന് മാത്രം കാശ് പഠിക്കും. ദേ വിൽ ടീച്ച് യു ഫ്രീ, അസൈൻമെന്റ്സ് ഫ്രീ, ഇന്ററാക്ഷൻ ഫ്രീ, ഒക്കെ ഫ്രീ. പക്ഷെ അവസാനം സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ദേ വിൽ ചാർജ്. അപ്പൊ ഞാൻ എന്റെ കുട്ടികളോടൊക്കെ പറയാറുള്ളത് സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊന്നുമില്ല. ഈ സർട്ടിഫിക്കറ്റിന്റെ വിലയൊക്കെ നമ്മുടെ ഇന്ത്യയിലും ചില യൂണിവേഴ്സിറ്റികളിലും മാത്രമേ ഉള്ളൂ. നിങ്ങൾ എബ്രോഡിൽ പോയിട്ട് ഞാൻ പൈത്തൺ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നവർ ചോദിക്കില്ല, അവരെ നിങ്ങളെ വിശ്വസിക്കും. പക്ഷേ അത് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്ന് ഇപ്പൊ തന്നെ ചെയ്യാൻ പറയും. അപ്പൊ ഓൺലൈനായിട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തരും, അത് സോൾവ് ചെയ്യാൻ പറയും. കറക്റ്റ്, ദെൻ ഡൺ, യു വിൽ ഗെറ്റ് അപ്പോയിന്റ്മെന്റ്. ഇപ്പൊ സർട്ടിഫിക്കറ്റിനല്ല വില. നിങ്ങൾ ഗ്രാജുവേഷൻ ബിടെക് സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട കാര്യമില്ല മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടാൻ. അതൊക്കെ നമ്മുടെ ഇന്ത്യയിലേ ഉള്ളൂ. എബ്രോഡിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അവിടെ കാശ് കൊടുത്ത് ചേരുക, പതുക്കെ കൊടുത്താൽ മതി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെയൊക്കെ ധാരണ റിസൾട്ട് വന്ന് എത്രയുണ്ട് മാർക്കുണ്ട് നോക്കി അടുത്ത പഠനത്തിലേക്ക് നോക്കുക, അതിന്റെ ആവശ്യമില്ല. ഡോക്ടർ TPS ഹയർ എഡ്യൂക്കേഷൻ എബ്രോഡ് നോക്കൂ. നിങ്ങൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് വിഷയം, മെക്കാനിക്കലോ സിവിലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ, ഡോക്ടർ TPS എഞ്ചിനീയറിംഗിന്റെ ആ വിഷയം മാത്രം അടിച്ചു നോക്കൂ. എത്രയോ കുട്ടികൾ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അവരോടൊക്കെ ഞാൻ പറയാറുള്ളതാണ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ചെയ്യണം. സോ ഇറ്റ്സ് നത്തിങ് ന്യൂ. 10-15 വർഷമായിട്ട് ചെയ്യുന്ന പണിയാണ്. ഇന്നല്ല, പണ്ടേ അവൈലബിൾ ആണ് ഇതൊക്കെ. ഇന്ന് വളരെ കോമൺ ആയിട്ട് കോവിഡ് വന്നതിന് ശേഷം മിക്കവാറും ഓൺലൈൻ കൂടുതൽ ആക്സസിബിലിറ്റി വന്നപ്പോൾ ഇത് കുറച്ചും കൂടി പ്രചാരത്തിലായി മാത്രം. അത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MIT ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത്. എവറിഥിങ് ഈസ് ഫ്രീലി അവൈലബിൾ. Thanks to my friend Mr. Bibin. Mr. Sasikumar sir is the uncle of my friend Mr. Bibin, and he was my friend in my school days. So, and my thanks to Mr. Dr. T.P. Sasikumar sir again for attending our session. So I invite Namita. താങ്ക് യു ഹിതേഷ് ഫോർ ദ ഇൻവിറ്റേഷൻ. എപ്പോഴും നാട്ടിലെ കുട്ടികളോട് സംസാരിക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ കുട്ടികൾക്ക് എത്ര ഇഷ്ടമെന്ന് എനിക്കറിയില്ല. Good morning, everyone. And artificial intelligence is a key and trending topic around the world nowadays. And today's webinar session is a wonderful one. And our esteemed guest, Dr. T.P. Sasikumar sir, talked about what is AI and its role in developing world, and about the development of AI in Telangana and in our country, healthcare, etc. So it was a overall wonderful session, and I would like to thank on behalf of my college Shrimati and the Department of Applied Science and Humanities and Science Club for this wonderful session. Thank you, sir. And Thank you so much. God bless you.